ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുറിയുടെ വാതിൽ ഒരിക്കൽ പോലും പിന്നോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കാൻ പറ്റില്ല. രാത്രി 1:17. ഷിഹാബ് എന്നൊരു ചെറുപ്പക്കാരൻ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിന്നു. അവസാന ബസ്സും പോയിരുന്നു. മഴ പെയ്യാൻ പോകുന്ന പോലെ ആകാശം മുഴുവൻ കരിഞ്ഞിരുന്നു. അവന്റെ ഫോൺ ഓഫ്. ചുറ്റും ആരുമില്ല. അപ്പോഴാണ് റോഡിന്റെ മറുവശത്ത് ഒരു പഴയ ഓട്ടോ വന്ന് നിർത്തിയത്. ഡ്രൈവർ മുഖം മുഴുവൻ താടിയുള്ള ഒരു വൃദ്ധൻ. അവൻ തല പുറത്തേക്ക് നീട്ടി ചോദിച്ചു, എവിടേക്കാ? ഷിഹാബ് ഗ്രാമത്തിന്റെ പേര് പറഞ്ഞു. വൃദ്ധൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീട് പതുക്കെ ചിരിച്ചു. അവിടെ പോകാൻ ഈ സമയത്ത് ആരും വരാറില്ല. ഷിഹാബ് അസ്വസ്ഥമായി ചിരിച്ചു. ചേട്ടാ, അത്യാവശ്യമാണ്. വൃദ്ധൻ ഒന്നും പറയാതെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ഷിഹാബ് പിന്നിൽ കയറി. ഓട്ടോ യാത്ര തുടങ്ങി. ആദ്യ 10 മിനിറ്റെല്ലാം സാധാരണമായിരുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ഷിഹാബ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഓട്ടോ പോകുന്ന വഴി ഒരേപോലെ തന്നെ. അതേ വളവ്, അതേ വലിയ മരം, അതേ അടഞ്ഞ ചായക്കട. 3 തവണ. അവന്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. ചേട്ടാ, നമ്മൾ വഴി തെറ്റിയോ? ഡ്രൈവർ കണ്ണാടി വഴി നോക്കി. പക്ഷേ ആ കണ്ണാടിയിൽ ഡ്രൈവറുടെ കണ്ണുകൾ കാണുന്നില്ല. മുഴുവൻ കറുപ്പ്. ഇല്ല, നിനക്കിറങ്ങാൻ പറ്റാത്ത വഴിയിലാണിപ്പോൾ. ഷിഹാബിന്റെ ശരീരം തണുത്തുപോയി. അവനുടൻ ഓട്ടോയുടെ വശത്തേക്ക് നോക്കി. ഇപ്പോഴേക്കും റോഡില്ലായിരുന്നു. ഇരുവശവും കല്ലറകൾ മാത്രം. അവൻ വിറച്ചു പറഞ്ഞു, ചേട്ടാ, നിർത്തൂ. ഡ്രൈവർ ചിരിച്ചു. പക്ഷെ ആ ചിരി മനുഷ്യന്റെ ചിരിയല്ല. പതുക്കെ, വളരെ പതുക്കെ ഡ്രൈവറുടെ തല പിന്നിലേക്ക് തിരിയാൻ തുടങ്ങി. മുഴുവൻ 180 ഡിഗ്രി. ഇപ്പോൾ അവന്റെ മുഖം നേരെ ഷിഹാബിന്റെ മുന്നിൽ. കണ്ണുകളില്ല, മൂക്കില്ല, വായ മാത്രം. വലിയൊരു കറുത്ത വായ. അതിലുള്ളിൽ നിന്നൊരു ശബ്ദം. 3ാമത്തെ ആളെ കിട്ടാൻ എത്ര വർഷം കാത്തിരുന്നെന്നറിയാമോ? ഷിഹാബ് നിലവിളിച്ച് ഓട്ടോയിൽ നിന്ന് ചാടാൻ ശ്രമിച്ചു. പക്ഷെ വാതിലില്ല. ഓട്ടോയുടെ ഇരുമ്പുവശങ്ങൾ പതുക്കെ മാംസമായി മാറി. അവനിരുന്ന സീറ്റ് ചൂടാകാൻ തുടങ്ങി. അവന്റെ കൈ താഴേക്ക് പോയപ്പോൾ അത് സീറ്റല്ലായിരുന്നു. മനുഷ്യന്റെ വയർ പോലെ മൃദുവായ എന്തോ. അതുള്ളിൽ നിന്ന് ഇടിക്കുന്നു. തട്ട് തട്ട് തട്ട്. അവൻ കൂവി പറഞ്ഞു. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു കുട്ടിയുടെ ശബ്ദം കേട്ടത്. ചേട്ടാ. ഷിഹാബ് പതുക്കെ തിരിഞ്ഞു. പിന്നിലെ സീറ്റിൽ ഒരു ചെറിയ പെൺകുട്ടി, മുഴുവൻ നനഞ്ഞ നിലയിൽ. അവളുടെ കണ്ണുകൾ തുന്നി അടച്ചിരിക്കുന്നു. അവൾ പതുക്കെ ചോദിച്ചു, നിങ്ങളും ഇറങ്ങാൻ നോക്കിയതാണോ? ഷിഹാബ് കരഞ്ഞുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി. പക്ഷേ ഓട്ടോ ഇപ്പോൾ വളരെ ചെറുതായി മാറിയിരുന്നു. ചുവരുകൾ അവനെ ഞെരുക്കാൻ തുടങ്ങി. ഡ്രൈവർ വീണ്ടും സംസാരിച്ചു. ആദ്യത്തേത് എൻ്റെ ഭാര്യ, രണ്ടാമത്തേതെൻ്റെ മകൻ. ഇപ്പോൾ അവൻ പതുക്കെ ചിരിച്ചു. ഇതിന്റെ സെക്കൻഡ് പാർട്ടി കേൾക്കാൻ വേണ്ടി താഴെ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചാനൽ കയറി കാണാവുന്നതാണ്. കൂടാതെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.